بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ثم أماته فأقبره വചനം 21. സുമ്മ അമാതഹു, പിന്നെ അവനെ മരണപ്പെടുത്തി. ഫഅഖ്ബറഹ്, എന്നിട്ടവനെ ഖബറിലാക്കി. പിന്നെ അവനെ മരണപ്പെടുത്തി, എന്നിട്ടവനെ ഖബറിലാക്കി മറച്ചു. ثم إذا شاء أنشره വചനം 22. സുമ്മ ഇദാ ശാഅ, പിന്നെ അവൻ ഉദ്ദേശിച്ചാൽ, വേണ്ടുക വെക്കുമ്പോൾ, അൻശറഹ്, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. പിന്നീട് അവൻ അഥവാ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. كلا لما يقض ما أمره വചനം 23. കല്ല, അങ്ങനെയല്ല, വേണ്ട. ലമ്മ യഖ്ളി, അവൻ നിർവഹിച്ചിട്ടില്ല. മാ അമറഹു, അവനോട് കൽപ്പിച്ചത്. അങ്ങനെ വേണ്ട, അവനോട് അവൻ അഥവാ അള്ളാഹു കൽപ്പിച്ചതു അവൻ നിർവഹിച്ചില്ല. فلينظر الإنسان إلى طعامه വചനം 24. ഫൽയൻളുർ, എന്നാൽ നോക്കിക്കൊള്ളട്ടെ. അൽ ഇൻസാനു, മനുഷ്യൻ. ഇലാ തആമിഹി, തന്റെ ഭക്ഷണത്തിലേക്ക്. എന്നാൽ മനുഷ്യൻ തന്റെ ഭക്ഷണത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. أنا صببنا الماء صبا വചനം 25. അന്നാ സ്വബബ്ന, നാം ചൊരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. അൽമാ, വെള്ളം. സ്വബ്ബ, ഒരു ചൊരിക്കൽ. അതായത് നാം മഴവെള്ളം ഒരു ശക്തിയായ ചൊരിച്ചു കൊടുക്കൽ കൊടുത്തിരിക്കുന്നത്. ثم شققنا الأرض شقا വചനം 26. തുമ്മ ഷഖഖ്ന, പിന്നെ നാം പിളർത്തി. അൽ അർദ, ഭൂമിയെ. ഷഖ്ഖ, ഒരു പിളർത്തൽ. പിന്നെ ഭൂമിയെ നാം ഒരു യുക്തമായ പിളർത്തൽ പിളർത്തി. فأنبتنا فيها حبا വചനം 27. ഫഅംബത്ന, എന്നിട്ടു നാം മുളപ്പിച്ചു, ഉൽപ്പാദിപ്പിച്ചു. ഫീഹ, അതിൽ. ഹബ്ബ, ധാന്യം. അങ്ങനെ അതിൽ നാം ധാന്യം മുളപ്പിച്ചു. وعنبا وقضبا വചനം 28. വഇനബ, മുന്തിരിയും. വഖദ്ബ, പച്ചക്കറിയും. മുന്തിരിയും പച്ചക്കറിയും. وزيتونا ونخلا വചനം 29. വസൈത്തൂനൻ, സൈത്തൂനും ഒലീവും. വനഖ്ല, ഈത്തപ്പനയും. ഒലീവും ഈത്തപ്പനയും. وحدائق غلبا വചനം 30. വഹദായിഖ, തോട്ടങ്ങളും. ഗുൽബ, നിറഞ്ഞ, തിങ്ങിയ, നിബിഡമായ. വൃക്ഷങ്ങൾ തൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും.
മനുഷ്യൻ സത്യനിഷേധിയും ധിക്കാരിയുമായി ജീവിക്കുക വഴി അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദികേടിന്റെ ഗൗരവം അവന്റെ ആദ്യന്ത ചരിത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവനെ തെര്യപ്പെടുത്തുകയാണ്. അതേ ചരിത്രം തന്നെ അവന്റെ പുനരുത്ഥാനത്തിന് തെളിവ് നൽകുകയും ചെയ്യുന്നു. അവന്റെ അസ്തിത്വം ഉടലെടുത്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ച് അവൻ മനസ്സിനെ തട്ടിയുണർത്തിക്കൊണ്ടാണ് ആ ചരിത്രം അവനെ ഓർമ്മിപ്പിക്കുന്നത്. അതെ, കേവലം നിസ്സാരമായ ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നാണവന്റെ ഉത്ഭവം. അങ്ങനെ അവന് ഒരു പൂർണ്ണമായ മനുഷ്യരൂപം നൽകി, ആകൃതിയും പ്രകൃതിയും നിശ്ചയിച്ചു, അന്നവും ആയുസ്സുമെല്ലാം വ്യവസ്ഥ ചെയ്തു, നന്മതിന്മകളുടെയും വിജയപരാജയത്തിന്റെയും മാർഗം വിവരിച്ചുകൊണ്ട് നേർമാർഗവും സൗകര്യപ്പെടുത്തി കൊടുത്തു. അതെ, അവന് വേണ്ടതെല്ലാം കൊടുത്തരുളി. പിന്നീട് ആയുഷ്കാലം അവസാനിച്ചപ്പോൾ മരണപ്പെടുത്തി ഭൂമിയിൽ മറക്കുകയും ചെയ്തു. ഇതിന്റെയെല്ലാം കർത്താവും നേതാവുമായ അതേ അള്ളാഹു തന്നെയാണ് താൻ ഉദ്ദേശിക്കുന്ന ഒരവസരത്തിൽ മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കുമെന്ന് പറയുന്നതും. എന്തുകൊണ്ട് ഈയൊരു കാര്യം അവന് വിശ്വസിക്കുവാനും ന്യായീകരിക്കുവാനും കഴിയുന്നില്ല? ഇതിന്റെ പേരിലാണല്ലോ അവന്റെ നിഷേധവും ധിക്കാരവുമൊക്കെ. അപ്പോൾ അവന്റെ നന്ദികേടും അവന്റെ നിഷേധവും അങ്ങേയറ്റം കടുത്തതുതന്നെ. ഖുതില, കൊല്ലപ്പെടട്ടെ എന്ന വാക്കിന്റെ അർത്ഥത്തെയും ഉദ്ദേശ്യത്തെയും സംബന്ധിച്ച് സൂറത്ത് മുദ്ദസിറിൽ വിവരിച്ചത് ഓർക്കുക. മനുഷ്യന്റെ നന്ദികേടിൽ അള്ളാഹുവിനുള്ള വെറുപ്പും പ്രതിഷേധവുമാണത് കുറിക്കുന്നത്. അള്ളാഹു തുടർന്നു പറയുന്നു: